ഏതൊക്കെയോ മഴവെള്ളപ്പാച്ചിലുകൾ സ്തോത്രം മണ്ണെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ ചില ചെടികളും ചില വൃക്ഷങ്ങളുമൊക്കെ ശക്തമായ പേമാരിയിൽ കടപുഴകി വീഴുന്നത് പോലെ എവിടൊക്കെയോ ജീവിതം വീണു പോകേണ്ടുന്ന സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം നിലനിർത്തിയ ദൈവത്തിന്റെ കൃപകൾ, അതെല്ലാം ഓർക്കുമ്പോൾ അവനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുകയില്ല. ദൈവത്തെ സ്നേഹിക്കുക അത് ചെറിയ കാര്യമൊന്നുമല്ല, അതെല്ലാവർക്കും കഴിയുന്ന കാര്യവുമല്ല. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത്രമാത്രം യേശുവിനെ അറിയുകയും അത്രമാത്രം യേശുവുമായിട്ടുള്ള ബന്ധം പുലർത്തുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ദൈവത്തെ സ്നേഹിക്കാനൊക്കെയുള്ളൂ. പാട്ടുകാരെ പാടിയതുപോലെ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. രുചിച്ചപ്പോൾ സംഭവിച്ചത് എന്താ? വലിയ മധുരമായി ജീവിതത്തിലേക്ക് രുചിക്കാൻ കഴിയണം. ഓരോ ദിവസങ്ങളിലും അതിന് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയും വചനം വായിക്കുകയും ദൈവത്തോടടുത്തു വരികയും ചെയ്യുന്ന ഒരുവന് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുകയില്ല. കാര്യം അവൻ അറിയാം, ഞാൻ മരിക്കേണ്ടുന്ന സ്ഥാനത്ത് എനിക്ക് പകരമായി ഒരുവൻ മരിച്ചു. ഏതൊക്കെയോ മഴവെള്ളപ്പാച്ചിലുകൾ സ്തോത്രം മണ്ണെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ ചില ചെടികളും ചില വൃക്ഷങ്ങളുമൊക്കെ ശക്തമായ പേമാരിയിൽ കടപുഴകി വീഴുന്നത് പോലെ എവിടൊക്കെയോ ജീവിതം വീണു പോകേണ്ടുന്ന സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം നിലനിർത്തിയ ദൈവത്തിന്റെ കൃപകൾ, അതെല്ലാം ഓർക്കുമ്പോൾ അവനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുകയില്ല. നാശകരമായ കുഴിയിൽ നിന്ന് സ്തോത്രം കുഴഞ്ഞ ചേറ്റിന്റെ അനുഭവത്തിനകത്തുനിന്ന്, ജീവിത സാഹചര്യത്തിനകത്തുനിന്ന്, കുഴഞ്ഞ ചെറുപോലെയുള്ള ജീവിത സാഹചര്യത്തിനകത്തുനിന്ന് ആമേൻ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചതോർത്താൽ അവനെ സ്നേഹിക്കാതിരിക്കാൻ ഒക്കത്തില്ല. സ്തോത്രം. ക്രിസ്തുവെന്ന പാറമേൽ ഉറപ്പിച്ച് ജീവിതത്തെ നിർത്തിയ ദൈവകൃപകളെ ഓർത്താൽ അവനെ സ്നേഹിക്കാതിരിക്കാൻ ഒക്കത്തില്ല. കാൽവറിയുടെ കുലത്തളത്തിൽ അവസാനത്തുള്ളി രക്തവും മാനവകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതോർത്താൽ അവനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുകയില്ല. തന്റെ മഹിമകളെ വെടിഞ്ഞ് ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതോർത്താൽ അവനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയത്തില്ല. സകല പ്രപഞ്ചത്തിന്റെ ഉടയവനായവൻ ഭൂമിയിൽ ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ ഭൂജാതനായി